അഡ്വക്കേറ്റ് ജയസൂര്യൻ, എസ് ജയസൂര്യൻ, നമ്മൾക്കറിയാം ഡൽഹിയിലെ മദ്യനയം, അതായത് സ്വകാര്യ കമ്പനികൾക്ക് ചില്ലറ വിൽപ്പന സമ്പൂർണ്ണമായി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകിക്കൊണ്ടുള്ള ഒരു മദ്യനയമാണ് അദ്ദേഹം അവിടെ നടപ്പാക്കിയത്. അതിലൂടെ അദ്ദേഹം വലിയ അഴിമതി കാട്ടി എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോകുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാനത്ത് സമാനമായ സ്ഥിതി നിലനിൽക്കുന്നു എന്നാണ് പ്രൊഫസർ റോണി കെ ബേബി പറയുന്നത്. പക്ഷേ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ അത് സമ്മതിച്ച് തരാനും തയ്യാറല്ല. ഈ മദ്യനയത്തിൽ പ്രത്യേകിച്ചും ഡൽഹിയിൽ അത് തിരിച്ചടിയായി എങ്കിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്, അല്ലെങ്കിൽ മദ്യം ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിൽ ഈ മദ്യനയത്തിലുണ്ടാക്കിയ മാറ്റം, പ്രത്യേകിച്ചും ക്രൈസ്തവ സഭകളടക്കമുള്ള സമുദായ സംഘടനകൾ ശക്തമായി രംഗത്ത് വരുമ്പോൾ ജനവികാരം എതിരാണ് എന്ന ഭരണപക്ഷം മനസ്സിലാക്കാതെ പോയാൽ ഡൽഹിയെ പോലെ തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ അഡ്വക്കേറ്റ് ജയസൂര്യൻ? വളരെ പ്രസക്തമായ ഒരു വിഷയത്തിലേക്കാണ് ഇപ്പൊ വിനോദം നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അതായത് ഈ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, CPM ഒരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിലും ഒരു വോട്ട് പോലും കിട്ടിയില്ലെങ്കിൽ പോലും ഇടതുപക്ഷത്തിന്റെ സ്വാധീനം എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ വലിയൊരു സത്യമായിരുന്നു. അത് ഞാൻ പറയാൻ കാരണം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അധികാരം ഏറ്റെടുത്ത് ഭരണം ആരംഭിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ഭരിച്ചിരുന്നത് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം തന്നെയായിരുന്നു. ആ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിനെ പിൻപറ്റിക്കൊണ്ടാണ് ഇന്ത്യയുടെ സാംസ്കാരിക രംഗവും വിദ്യാഭ്യാസ രംഗവും ഇടതുപക്ഷക്കാർക്ക് അദ്ദേഹം അന്ന് തന്നെ തീരെഴുതി കൊടുത്തത്. റഷ്യയുമായിട്ടുള്ള ബാന്ധവവും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പല മേഖലകളിലും കോൺഗ്രസ് ആണെങ്കിലും ഈവൻ BJP ആണെങ്കിൽ പോലും അവരുടെ മനസ്സ് ഇടതുപക്ഷ മനസ്സാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമുണ്ട്, അത് മെയ് ദിനമാണ്. കോൺഗ്രസിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടെങ്കിലും കോൺഗ്രസിന് ഒരു തൊഴിലാളി ദിനം കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും കടം മേടിക്കേണ്ടി വന്നു. അവരും ആ തൊഴിലാളി ദിനം കടം മേടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും INTUC-യുടെ തൊഴിലാളി ദിനം കമ്മ്യൂണിസ്റ്റുകാരുടെ തൊഴിലാളി ദിനം തന്നെ. അപ്പോ എന്നാൽ വ്യത്യസ്തമാണ് BMS-നെ സംബന്ധിച്ചിടത്തോളം. അവര് ഈ രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു ദിനമാണ്, അതായത് വിശ്വകർമ്മ ദിനമാണ് തൊഴിലാളി ദിനമായിട്ട് അവർ ആചരിക്കുന്നത്. ഈ ഒരു മാറ്റമുണ്ടല്ലോ, ഈ ഒരു മാറ്റം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മദ്യനയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സംസ്കാരം, ധാർമ്മികത എന്നൊക്കെ പറയുന്നത് കേവലം ഒരു വലതുപക്ഷ മൂരാച്ചി ചിന്താഗതിയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. അവരെ സംബന്ധിച്ച് ആത്മാവ്, ദൈവം എന്ന് പറയുന്നതോ സംസ്കാരം, ധർമ്മം എന്നൊക്കെ പറയുന്നതോ തികച്ചും അപ്രസക്തമാണ്. ഭൗതികമായിട്ട് മാത്രമുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ നോക്കുമ്പോൾ ലാഭം മാത്രമാണ് അവർ നോക്കുന്നത്. ജനങ്ങൾ MDMA ഉപയോഗിച്ചാലും കഞ്ചാവ് ഉപയോഗിച്ചാലും അല്ലെങ്കിൽ മദ്യം ഉപയോഗിച്ചാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. അവരതൊക്കെ അഭിമാനമായിട്ടാണ് കാണുന്നത്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഇതിൽ ഓരോ സംസ്ഥാനത്തിനും ഓരോ കേന്ദ്രഭരണ പ്രദേശത്തിനും നിങ്ങളുടെ വരുമാന മാർഗം എന്താണ്, നിങ്ങളുടെ പ്രധാനപ്പെട്ട ഇൻകം സോഴ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് പറയാൻ മാന്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് വന്ന് കേരളത്തിന്റെ ഭരണകൂടത്തോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഇൻകം സോഴ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ പറയാനുള്ളത് എന്താണ്? 1 കടം മേടിക്കുക, 2 കള്ളു കുടിക്കുക, 3 ചൂത് കളിക്കുക, 4 പിടിച്ചു പറിക്കുക. ഈ 4 കാര്യങ്ങൾ ഒരു വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ എങ്ങനെയായിരിക്കും കാണുക? പക്ഷേ ഈ 4 കാര്യങ്ങളാണ് കേരളത്തിന്റെ മന്ത്രിസഭ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെ വ്യക്തമാണല്ലോ. കടം മേടിക്കുക, ഏറ്റവും വലിയ വരുമാന മാർഗം കടം മേടിക്കുക. ഒരു വ്യക്തി കടം മേടിച്ച് ജീവിച്ചാൽ അവനെ നമ്മൾ എന്ത് വിളിക്കും? കള്ളു കുടിക്കുക. അതായത് ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം മദ്യത്തിൽ നിന്ന്. പിന്നെ ചൂത് കളിക്കുക, ലോട്ടറി എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ പറഞ്ഞാൽ ചൂതാട്ടം. പിന്നെയോ പിടിച്ചു പറിക്കുക. അതായത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പെട്രോൾ, ഡീസൽ വിലയിൽ നിന്ന് 5 മുതൽ 8 വരെ രൂപ കൂടുതൽ പല കാരണം പറഞ്ഞ് പിടിച്ചു പറിക്കുക. അല്ല ജയസൂര്യ, ഇത് ഡൽഹിയിൽ എങ്ങനെ ജനങ്ങൾക്ക് തിരിച്ചടിയായി എന്നുള്ളതാണ്. ഡൽഹി മദ്യനയ മാറ്റം ഡൽഹിയിലെ ജനങ്ങളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് തന്നെയാ വരുന്നത്. ഈ രീതിയിലുള്ള ഒരു ഭരണ സംസ്കാരത്തെ കേരളത്തിൽ അനുവർത്തിക്കുമ്പോൾ ആ ഭരണ സംസ്കാരം അതേപടി കോപ്പിയടിച്ച് ഡൽഹിയിൽ കൊണ്ടുപോയ വ്യക്തിയാണ് ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും. കാരണം ധാർമ്മികത എന്ന് പറയുന്നത് ലവലേശം തന്റെ ഭരണത്തിലോ തന്റെ ഭരണകൂടത്തിലോ ഇല്ലാതെ അദ്ദേഹം തലകുത്തി വീണു, ആഡംബരങ്ങളിലേക്ക് തലകുത്തി വീണു. 49 കോടിയുടെ കൊട്ടാരത്തിൽ കയറി താമസിച്ചു. കുടിക്കാൻ ശുദ്ധജലമില്ല, കുളിക്കാൻ ശുദ്ധജലമില്ലെങ്കിലും ഒരു കുപ്പി വാങ്ങുമ്പോൾ ഒരു കുപ്പി ഫ്രീ എന്നുള്ള നിലയിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ മദ്യ അഴിമതിയിൽ മദ്യത്തിൽ ഡൽഹിയെ മുക്കി.
അവിടുത്തെ ക്രമസമാധാന നിലയടക്കം തകരാറിലാക്കി, ഭാവിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമാക്കി. അങ്ങനെയുള്ള അധാർമികതയിലേക്ക് തലസ്ഥാന നഗരത്തെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ധൈര്യം കൊടുത്തത് ഈ പറയുന്ന ഒരു ചിന്താഗതിയാണ്. അതായത് നേരത്തെ ഇവിടെ നുസ്രത് ജഹാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇന്ത്യക്ക് അതിന്റെ ആത്മാവുണ്ട്, അതിന്റെ സംസ്കാരമുണ്ട്. ഇതൊക്കെ ആം ആദ്മി പാർട്ടി മറന്നുപോയി, കേജ്രിവാൾ മറന്നുപോയി. ഇന്ത്യയുടെ ധാർമ്മികതയാണ്. ഞാനൊരു ഒറ്റ കാര്യം പറയാം, യമുനയുടെ തീരത്ത് ആരതി ഒഴിയാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു. എന്താ കാരണം എന്നറിയാം? അവർക്ക് കുംഭമേളയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല. രണ്ട് കാരണങ്ങളോ, ഒന്ന് കുംഭമേളയ്ക്ക് പോകാൻ ടിക്കറ്റ് കിട്ടുന്നില്ല, പിന്നെ അവിടെ ചെന്നാൽ അവിടെ വലിയ തിരക്കാണ്, പോയി വരാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത പാവങ്ങൾ യമുനയുടെ തീരത്ത് ആരതി ഒഴിഞ്ഞുകൊണ്ട് കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ മുഴുവൻ ചെളിയാണ്, അവിടെ മുഴുവൻ മാലിന്യമാണ്. ഈ യമുനാ തീരങ്ങൾ ശുദ്ധീകരിച്ചു കൊടുക്കും കുംഭമേളയ്ക്ക് മുമ്പ് എന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ഭരണകൂടത്തെ കാണാനുമില്ല. അതൊക്കെ അവിടെ ഉണ്ടായ വിപരീതമായിട്ടുള്ള വേവിന്റെ പല കാരണങ്ങളിൽ ഒരു കാരണമാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെയും ധർമ്മത്തെയും മറന്നുകൊണ്ട് കേവലം സാമ്പത്തികമായി അധാർമികമായി മുന്നോട്ട് പോകുന്ന ഏതൊരു ഭരണകൂടവും കേരളത്തിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഇന്ത്യ സഹിക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ രാജ്യത്തിനൊരു ആത്മാവുണ്ട്, ആ രാജ്യത്തിനൊരു സംസ്കാരവും ധർമ്മവും ഉണ്ട്. അതിന് വിരുദ്ധമായ രീതിയിലേക്ക് കടന്നു കയറി എന്തും ചെയ്യാം എന്ന് തോന്നിയാൽ നടക്കില്ല, അതാരും സമ്മതിക്കില്ല. അതാണ് ഡൽഹിയിൽ കണ്ടത്, അത് തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഒരു സംശയവും വേണ്ട. അതെ.